15-ാം ദിനം കറ്റാസ്ട്രോഫൈസിങ് ആൻഡ് മിസ്യൂസ്ഡ് ഇമാജിനേഷൻ. ഭാവിയെക്കുറിച്ചുള്ള ഭയവും മനസ്സിൻ്റെ സങ്കല്പശക്തിയും. ബൈബിൾ പശ്ചാത്തലം ഫിലിപ്പി 4:6. ഉത്കണ്ഠകൾക്ക് പകരം പ്രാർത്ഥനയെ ആയുധമാക്കാൻ പൗലോസ്ലീഹ നമ്മെ ഉപദേശിക്കുന്നതാണ്. ദൈവശാസ്ത്രപരമായി പറഞ്ഞാൽ ഉത്കണ്ഠ എന്നത് ദൈവവിശ്വാസത്തിൻ്റെ കുറവാണ്. ഭാവിയെക്കുറിച്ചുള്ള ആകുലത കൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് നാം നാവുകൊണ്ട് പറഞ്ഞാലും ഹൃദയം കൊണ്ട് നാം വിസ്മരിക്കുന്നു. പ്രാർത്ഥന എന്നത് നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെ ദൈവസമക്ഷം വിട്ടുകൊടുക്കുന്നതാണ്. അല്പം മനഃശാസ്ത്രം. കറ്റാസ്ട്രോഫൈസിങ്. ഒരു ചെറിയ പ്രശ്നമുണ്ടാകുമ്പോൾ അത് വലിയ ദുരന്തമായി വന്നു ഭവിക്കുമെന്ന് മുൻകൂട്ടി ചിന്തിക്കുന്ന സ്വഭാവത്തെയാണ് കറ്റാസ്ട്രോഫൈസിങ് എന്ന് പറയുന്നത്. ദൈവം നമുക്ക് നൽകിയ വലിയൊരു വരദാനമാണ് ഇമാജിനേഷൻ പവർ, സങ്കല്പശക്തി എന്ന് പറയുന്നത്. എന്നാൽ ഉത്കണ്ഠ ഉണ്ടാകുമ്പോൾ ഈ സങ്കല്പശക്തിയെ വലിയൊരു ഹൊറർ സിനിമ നിർമ്മിക്കാനായി നാം ഉപയോഗിക്കുന്നു. നടക്കാത്ത ഈ കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും അത് ശരിയാണെന്ന് കരുതി നമ്മുടെ തലച്ചോർ ശരീരത്തിൽ ഭയത്തിൻ്റെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് മാനസിക സമ്മർദ്ദം വീണ്ടും വർദ്ധിപ്പിക്കുന്നു. നമ്മളിൽ പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണിത്. ശരീരത്തിൽ ചെറിയ മുഴയോ തടിപ്പോ കാണുന്നു. ഉടനെ നാം ഗൂഗിളിൽ തിരയുകയാണ്. ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് അത് ഏതോ വലിയ അസുഖമാണെന്ന് നാം ഉറപ്പിക്കുന്നു. ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുൻപേ നാം മരിക്കാൻ പോകുന്നു എന്നും നമ്മുടെ കുടുംബം അനാഥമായി പോകുന്നു എന്നുള്ള ചിന്ത വരെ എത്തി നിൽക്കുന്നു. പരിശോധനാ ഫലം വരുമ്പോൾ അത് ചെറിയ അണുബാധയോ വിറ്റാമിൻ കുറവോ ആയിരിക്കും. എന്നാൽ റിപ്പോർട്ട് വരുന്നത് വരെയുള്ള ദിവസങ്ങളിൽ നാം അനുഭവിക്കുന്ന ഒരു മാനസിക നരകം അത് യഥാർത്ഥ അസുഖത്തേക്കാൾ വലുതായിരുന്നു. ഇവിടെ നാം ചെയ്തത് കറ്റാസ്ട്രോഫൈസിംഗ് ആണ്. ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് ഭീകരമായി ചിന്തിച്ച് അനാവശ്യമായ നരകാവസ്ഥ ഉണ്ടാക്കുന്നു. വരാനിരിക്കുന്ന വലിയ വിപത്തിനെ നാം ഭയപ്പെടുമ്പോൾ ഇതുവരെ താങ്ങിയ ദൈവത്തിൻ്റെ കരുതൽ നാം മറന്നുപോകുന്നു. മനസ്സിൻ്റെ ആകുലതകളെ തടയാൻ ഈ ചെറിയ പരിശീലനം സഹായിക്കും. എന്താകും എന്ന ചിന്തയിൽ നിന്ന് എന്താണ് എന്ന ചിന്തയിലേക്ക് മനസ്സിനെ കടത്തിവിടുക. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ജോലി പോയാൽ എന്താകും, കുട്ടിയുടെ കാര്യം എന്താകും എന്നുള്ള ചിന്തകൾക്ക് പകരം എനിക്ക് ഇപ്പോൾ ജോലിയുണ്ട്, എൻ്റെ കുട്ടി സുരക്ഷിതനാണ് എന്ന നിലവിൽ ഉള്ള വസ്തുതകളിലേക്ക് മനസ്സിനെ തിരിക്കുക. നാളത്തെ സങ്കല്പ വിപത്തുകളേക്കാൾ ഇന്നത്തെ ദൈവാനുഗ്രഹങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യമായ ഉത്കണ്ഠ എൻ്റെ ഇന്നത്തെ സന്തോഷത്തെ നശിപ്പിച്ച് കളയരുത്. ദൈവം അനുഗ്രഹിക്കും.